കേരളത്തിലെ കവലകളും മൈതാനങ്ങളും അമ്പലപ്പറമ്പുകളും ഒരു കാലത്ത് കലകളുടെ കൂടിച്ചേരലിന്റെ ഇടമായിരുന്നു. നമ്മളെല്ലാം തിരക്കുകളിലേക്ക് മാറിയപ്പോൾ പതിയെ പതിയെ ആ വേദികളും ആരവങ്ങളും നമുക്കിടയിൽ നിന്ന് മാഞ്ഞു തുടങ്ങി. എന്നാൽ മലയാളികൾ മറക്കാത്ത ആ കാഴ്ചയുടെ അരങ്ങിലേക്കും അണിയറയിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് MG പ്രതീഷ്. ജീവിതത്തിൽ പല വേഷങ്ങളും നമ്മൾ അണിയാറുണ്ട്. പക്ഷേ നാട്യം കൊണ്ട് തന്നെ ജീവിക്കുന്ന ചിലരുണ്ട്. പച്ചയായ ജീവിതത്തിൽ ഒരു നാട്യവും വശമില്ലാത്തവരാണവർ. അവരുടെ ജീവിതാരങ്ങിലേക്കാണ് ഇന്നത്തെ യാത്ര. ബഹുമാന്യരെ, തിരുവനന്തപുരം സംസ്കൃതി നാടകം ആരംഭിക്കുന്നു. സർഗാത്മകതയുടെയും ഭാഷാശേഷിയുടെയും ലൈവ് ആക്ഷൻ പെർഫോമൻസിന്റെയും തുറന്ന ഇടമാണ് നാടകം. അവിടെ റീടേക്കുകളില്ല. രംഗപടങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ കലാകാരന്മാർ നിറഞ്ഞാടുമ്പോൾ അതിന് പിന്നിലെ അധ്വാനം പലരും അറിയുന്നില്ല. തിരുവനന്തപുരം സംസ്കൃതിയുടെ നാടക ക്യാമ്പിലാണ് ഞങ്ങൾ. അരങ്ങിന്റെ അണിയറയിൽ നടനും സംവിധായകനുമായ കണ്ണൂർ വാസൂട്ടി. നാടക ജീവിതത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ മഹാനടൻ. സഹശയിക്കുന്ന ജീവിത പങ്കാളിയുടെ ശരീരം അനുദിനം ശോഷിച്ച് എല്ലിൻ കൂടാകുന്നത് പോലും കണ്ണിൽപ്പെടാത്ത വിധമുള്ള എന്ത് അധികാരത്തിമിരമായ ഈശ്വരാ എന്നെ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ശരിക്കും എൻ്റെ കഷ്ടപ്പാടറിയില്ല. അന്ന് ഒരു അമച്ചർ നാടകത്തിലൂടെ വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര പാടാണ്. ഞാൻ പറയും, ഒരു കലാകാരനാവാനുള്ള അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണത്. അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരെയും പോലെ നമ്മളിങ്ങനെ വന്നിട്ടുള്ളത്. ഗവൺമെൻറ്റിലേക്കൊന്നും റിട്ടേൺ പോകാത്തൊരു സാധനമാണിത്. ഇപ്പോഴോ നാടകമാണ് പാർട്ടിയെ അധികാരത്തിലെത്തിച്ചതെന്നൊക്കെ പറയുന്നൊരു ഇതുണ്ട്. അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആ ഒരു പരിഗണന എവിടെയും കിട്ടുന്നുമില്ല. അപ്പോൾ പിന്നെ നികുതി ഇനത്തിലെങ്കിലും സിനിമയാണ് സർക്കാരിന് എന്തെങ്കിലും ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന നമുക്ക് തരാൻ ആരും തരില്ല. പിന്നെ നമ്മളങ്ങനെ മോഹിക്കുകയും വേണ്ട. അച്ഛന് സ്വന്തമായിട്ടൊരു പ്രൊഫഷണൽ സമിതി ഉണ്ടായിരുന്നു, തൃശ്ശൂർ വ്യാസ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ നാടകത്തിലേക്ക് അവിചാരിതമായിട്ട് എനിക്ക് വരാൻ സാധിച്ചത്. പെട്ടെന്ന് തന്നെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിന് ഒരു അസുഖം വന്നപ്പോൾ എനിക്ക് ആ റോള് ചെയ്യേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് അച്ഛൻ്റെ കൂടെ തന്നെ ഒരുപാട് നാടകങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു. അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു. പോലീസ് അന്വേഷണം കഴിഞ്ഞു, റിപ്പോർട്ടും വന്നു. നീതി ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ല. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു അവളെന്ന് അവളെ ചികിത്സിച്ച സൈക്കാട്രിസ്റ്റിനേക്കാളും അവളുടെ മനസ്സറിയുന്നവളാ ഞാൻ. അങ്ങനെ നീതിയുടെ മുറിയിൽ ആരോ വന്നിട്ടുണ്ട്. അവളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മിസ്സിംഗ് ആണ്. ഒരു കാലത്ത് നാടകങ്ങൾ സമൂഹത്തിന് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയായിരുന്നു. രംഗത്ത് അവതരിപ്പിക്കുന്ന കഥകളെല്ലാം ജീവൻ തുടിക്കുന്ന സാഹിത്യ സൃഷ്ടികളായിരുന്നു. സിനിമാ വ്യവസായത്തിനൊപ്പം വെബ് സീരീസ്, OTT പ്ലാറ്റ്ഫോമുകൾ എന്നിവ സ്വീകരണ മുറികൾ കൈയടക്കി തുടങ്ങിയതോടെ നാട്ടിലെ നാടകവേദികൾ പലതും അപ്രത്യക്ഷമായി. നല്ലൊരു പ്ലേ ഇറങ്ങണമെങ്കിൽ കുറഞ്ഞത് ഒരു 17 ലക്ഷം രൂപയെങ്കിലും പ്രൊഡക്ഷൻ്റെ ഭാഗത്താവും. ആർട്ടിസ്റ്റുകൾക്കുള്ള അഡ്വാൻസ് പൈസ,
അവരുടെ ഡെയിലിയുള്ള ക്യാമ്പിലേക്കുള്ള ചിലവുകളും അവിടെ പ്രോപ്പർട്ടി ഉണ്ടാക്കൽ, സെറ്റ്, ലൈറ്റ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 17 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ആവും. പക്ഷേ ചിലപ്പോൾ ചില സമിതിയൊക്കെ അത് കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ പല സമിതികളും അടച്ചുപൂട്ടി പോകുന്ന അവസ്ഥകളുണ്ട്. സമൂഹത്തിന്റെ അരുതായ്മകളും ശീലക്കേടുകളും തത്സമയം അവതരിപ്പിക്കുന്ന ഇവർ ആടുന്ന ഒരു മഹാജീവിത നാടകമുണ്ട്. അതിലെ വേഷങ്ങളും ദൈന്യഭാവങ്ങളും പുറത്തറിയിക്കാതെ പകർന്നാടുന്നവർ പലതും തിരികെ ആഗ്രഹിക്കുന്നുണ്ട്. അത് വെറും ആഗ്രഹമല്ല, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഈ അരങ്ങിൽ നിന്ന് ഇവർ പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു ക്യാമറ കണ്ണിനെ നോക്കിയല്ല. ജീവനുള്ള നൂറുകണക്കിന് കാണികളുടെ കണ്ണുകളെ ഒരേ സമയം വികാരം കൊള്ളിക്കുന്ന മാന്ത്രികതയാണ് നാടകം. അത് നിലനിൽക്കേണ്ടത് നാളെകൾക്ക് കൂടി വേണ്ടിയാണ്. നാടകങ്ങളുടെ പെരുന്തച്ഛൻ ഷേക്സ്പിയർ എഴുതിയതുപോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഇവർ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ക്യാമറമാൻ സിറിലിനും സതീഷിനും മണിക്കുട്ടനുമൊപ്പം MG പ്രതീഷ്, 24, തിരുവനന്തപുരം. കണ്ണൂർ വാസുട്ടി എന്ന നടൻ ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഒരു അഭിനേതാവാണെന്ന് നമുക്ക് കമന്റ് ബോക്സിൽ മനസ്സിലായി. റീന സതീശൻ പറയുന്നുണ്ട്, ഒരു നടി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നാടകം കാണാൻ പോയിട്ടുണ്ട്, കണ്ടു പഠിക്കാനായി എന്നൊക്കെ. ഒരുപാട് പേരെ പ്രചോദിപ്പിക്കുന്ന ജീവിതമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിൽ മാത്രമാണ് ഈ ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്ന ശീലം ഇല്ലാത്തത്. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ അങ്ങനെ ഒരു ശീലമുണ്ട്. അങ്ങനെ ഒരു ശീലം വന്നാൽ ഒരുപക്ഷെ ഈ ജീവിതങ്ങളൊക്കെ മെച്ചപ്പെടും, നല്ല നാടകങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാലം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.